പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4-year ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് റിവേഴ്സ് ആൻഡ് സീസ് ഓഫ് വെസ്റ്റ് ഏഷ്യ എന്നുള്ള ഭാഗമാണ്. റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദികൾ. ഈ രണ്ട് നദികളും തുർക്കിയിൽ ആരംഭിച്ച് ഇറാഖിലൂടെ തെക്കോട്ടൊഴുകുന്ന നദികളാണ്. തെക്കൻ ഇറാഖിൽ യൂഫ്രട്ടീസ് നദി ടൈഗ്രീസ് നദിയുമായിട്ട് ചേരുന്നുണ്ട്. ഷാത്ത് അൽ അറബ് എന്നറിയപ്പെടുന്ന ഒരു ജലപാത രൂപീകരിക്കുന്നു. പിന്നീട് കുവൈറ്റിൻ്റെയും ഇറാൻ്റെയും അതിർത്തിയിലൂടെ ഒഴുകി ഈ രണ്ട് നദികളും പേർഷ്യൻ ഗൾഫിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. നദികൾ കുടിവെള്ളത്തിനും കൃഷിക്കും ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ നദികൾ പങ്കിടുന്ന രാജ്യങ്ങൾക്ക് ജലം എങ്ങനെ പങ്കിടണം എന്നതിനിടെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെ നിർവചിക്കുന്ന രണ്ട് നദികളാണ് ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ് നദികൾ. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമായതുകൊണ്ടാണ് അതിന് മെസപ്പൊട്ടേമിയ എന്ന പേര് തന്നെ വന്നിട്ടുള്ളത്. തുർക്കിയിലെ ടോറസ് പർവ്വതത്തിൽ നിന്ന് തെക്കോട്ടൊഴുകുന്ന നദി പിന്നീട് സിറിയൻ അറേബ്യൻ മരുഭൂമികളിലൂടെ പേർഷ്യൻ ഗൾഫിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. നദീതടത്തിലെ പ്രധാന നഗരങ്ങളാണ് എലാസി, തുർക്കിയിലുള്ളതാണ് എലാസി, ദിയാർബക്കർ തുർക്കി, മൊസൂൾ ഇറാഖ്, ബാഗ്ദാദ് ഇറാഖ്. പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും നീളമേറിയതും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ നദികളിലൊന്നാണ് യൂഫ്രട്ടീസ് നദി. തുർക്കിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യൂഫ്രട്ടീസ് സിറിയയിലൂടെയും ഇറാഖിലൂടെയും ഒഴുകി ഇറാഖിലെ ടൈഗ്രീസുമായിട്ട് ചേരുകയാണ് ചെയ്യുന്നത്. 6 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന 440,000 കിലോമീറ്റർ സ്ക്വയറുള്ള ഡ്രെയിനേജ് ഏരിയയുള്ള ഏകദേശം 2780 കിലോമീറ്റർ നീളമുള്ള ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ 15ാമത്തെ നദിയും പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള നദിയുമാണ് യൂഫ്രട്ടീസ്. അപ്പോൾ 6 രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന 440,000 കിലോമീറ്റർ സ്ക്വയർ ഡ്രെയിനേജ് ഏരിയയുള്ള ഏകദേശം 2780 കിലോമീറ്റർ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ 15ാമത്തെ നദിയും പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള നദിയുമാണ് യൂഫ്രട്ടീസ് നദി. മറ്റൊരു നദിയാണ് ജോർദാൻ നദി. ഇതിനെ നെഹർ അൽ ശരീഅത്ത് എന്നറിയപ്പെടുന്നു. ഇത് മിഡിൽ ഈസ്റ്റിലെ 251 കിലോമീറ്റർ നീളമുള്ള നദിയാണ്. ഇത് ഗലീലി കടലിലേക്കും ചാവുകടലിലേക്കും ചേരുന്നുണ്ട്. ജോർദാനും ഗോലൻ കുന്നുകളും നദിയുടെ കിഴക്ക് അതിർത്തിയാണ്. ഇസ്രായേലും അധിനിവേശ വെസ്റ്റ് ബാങ്കും പടിഞ്ഞാറ് കിടക്കുന്നു. ജോർദാനും വെസ്റ്റ് ബാങ്കും നദിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ പേരുകൾ സ്വീകരിച്ചിട്ടുള്ളത്. യഹൂദ മതത്തിൽ ഈ നദിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ജോർദാൻ നദി ഗലീലി കടലിൻ്റെ തെക്കേ അറ്റത്ത് ആരംഭിച്ച് ചാവുകടലിൽ എത്തുന്നത് വരെ തെക്കോട്ടൊഴുകുകയാണ് ചെയ്യുന്നത്. ജോർദാനിലെ ഇസ്രായേലിൻ്റെ പ്രധാന ജലസ്രോതസ്സാണ് ഈ നദി. സിറിയയുടെ ചില ഭാഗങ്ങളും വെസ്റ്റ് ബാങ്കിലും ഗാസ മുനമ്പിലും താമസിക്കുന്നവരിൽ പലരും ജോർദാൻ നദിയെയാണ് ആശ്രയിക്കുന്നത്. ഇസ്രായേൽ, വെസ്റ്റ് ബാങ്ക്, ജോർദാൻ എന്നിവയുടെ രാഷ്ട്രീയ അതിർത്തി ആയതുകൊണ്ട് തന്നെ ജോർദാൻ നദിയും വളരെയധികം പ്രാധാന്യമുള്ള നദിയാണ്. ഇനി ഹെർമണ്ട് നദിയെക്കുറിച്ച് നോക്കാം. അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും നീളമേറിയ നദിയാണ് ഹെർമണ്ട് നദി. മൈദാൻ വാർഡക് പ്രവിശ്യയുടെ വടക്കിഴക്കൻ ഭാഗത്തുള്ള ഹിന്ദുക്കുഷ് പർവ്വതനിരയുടെ സാംഗ്ലക് പർവ്വതനിരയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടെ കാബൂൾ നദിയുടെ നീർത്തടത്തിൽ നിന്ന് ഉനായ് ചുരം വഴി വേർതിരിയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെയും ഇറാൻ്റെയും അതിർത്തിയിലുള്ള ഹാമുൻ തടാകത്തിലേക്കാണ് ഹെർമണ്ട് ഒഴുകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഹെർമണ്ട് നദി. മൈദാൻ വാർഡക് പ്രവിശ്യയുടെ വടക്കിഴക്കൻ ഭാഗത്തുള്ള ഹിന്ദുക്കുഷ് പർവ്വതനിരയുടെ സാംഗ്ലാഗ് പർവ്വതനിരയിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടെ കാബൂൾ നദിയുടെ നീർത്തടത്തിൽ നിന്ന്
ഉനായ് ചുരം വഴി വേർതിരിയുന്നു. അഫ്ഗാനിസ്ഥാൻ്റെയും ഇറാൻ്റെയും അതിർത്തിയിലുള്ള ഹാമുൻ തടാകത്തിലേക്കാണ് ഹെർമണ്ടി നദി ഒഴുകുന്നത്. സയാൻഡെ നദിയാണ് മറ്റൊരു നദി. സാഗ്രോസ് പർവ്വതനിരകളിൽ നിന്നാണ് ഈ ഒരു നദി ഉത്ഭവിക്കുന്നത്. 300 കിലോമീറ്റർ സഞ്ചരിച്ച് ഗാവ് ഗൗനിയിൽ അവസാനിക്കും. മധ്യ ഇറാനിലെ ഇറാനിയൻ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നദിയാണിത്. ഇസ്ഫഹാൻ നഗരത്തിന് കിഴക്ക് മധ്യ ഇറാനിലെ ഇറാനിയൻ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഗാവ് ഗൗനി അല്ലെങ്കിൽ ബത്ലക് ഇ ഗാവ് ഗൂനി സാൻഡെ നദിയുടെ ടെർമിനൽ ബേസിനാണ്. 31.5% ലവണാംശവും ശരാശരി 1 മീറ്റർ ആഴവുമുള്ള ഒരു ഉപ്പ് ചതുപ്പാണ് ഗാവ് ഗൗനി. 1975 ഈ ചതുപ്പുകളെ റാംസർ സൈറ്റായിട്ട് മാറ്റുന്നുണ്ട്. ഇറാനിലെ 19ാമത്തെ തണ്ണീർത്തടമാണ് റാംസർ പട്ടികയിൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടമായിട്ട് നിയോഗിക്കപ്പെട്ടത്. ഫ്ലമിംഗോകൾ, താറാവുകൾ, കാക്കകൾ, പെലിക്കൻ എന്നിവ ഉൾപ്പെടെ വിവിധ ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഈ ഒരു തണ്ണീർത്തടം. ആ പ്രദേശത്തെ സസ്യജാലങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ്. മണ്ണിൻ്റെ ലവണാംശം കാരണം തടാകത്തിന് ചുറ്റും പച്ചച്ചെടികളും മരങ്ങളുമില്ല. എന്നാൽ തണ്ണീർത്തടങ്ങളിൽ കാറ്റൈൻ, ഞാങ്ങണ, ഷോനോപ്ലെക്ടസ് തുടങ്ങിയ ആൽഗകൾ ധാരാളമായിട്ട് വളരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇറാൻ അതിർത്തിയിലെ സിസ്താൻ മേഖലയിലെ എൻഡോർ ഹെക്ക് സിസ്താൻ തടത്തിലെ ഒരു സീസണൽ തടാകവും തണ്ണീർത്തടവുമാണ് ഹാമുൻ തടാകം അല്ലെങ്കിൽ ഹാമോൺ ഒയാസിസ്. ഇറാനിൽ ഇത് ഹാമുൻ ഇ ഹെൽമണ്ട്, ഹാമുൻ ഇ ഹിർമണ്ട് അല്ലെങ്കിൽ ദരിയാച്ചെ എ സിസ്താൻ എന്നും അറിയപ്പെടുന്നുണ്ട്. നിരവധി സീസണൽ ജലപോഷക നദികൾ ഹാമുനിനെ പോഷിപ്പിക്കുന്നുണ്ട്. ഇറാനിൽ ഇത് ഹാമുൻ ഇ ഹെൽമണ്ട്, ഹാമുൻ ഇ ഹിർമണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട കടലുകളാണ്. ഒന്ന് ചാവുകടൽ. ജോർദാൻ റിഫ്റ്റ് താഴ്വരയിലാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന പോഷക നദി ജോർദാൻ നദിയാണ്. ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു പ്രവേശന കവാടമാണിത്. യൂറോപ്പ്, പേർഷ്യൻ ഗൾഫ്, കിഴക്കൻ റഷ്യ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കനത്ത കപ്പൽ ഗതാഗതം ഇവിടെ നടക്കുന്നുണ്ട്. റോമൻ സാമ്രാജ്യകാലത്ത് റോമും ചൈനയും തമ്മിലുള്ള വ്യാപാരത്തിനുള്ള പ്രധാന പാതയായിരുന്നു ഈ കടൽ. മധ്യകാലഘട്ടത്തിൽ ഇത് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് മാറി. ഇനി അറബിക്കടലിനെ നോക്കാം. മറ്റൊരു ജലസ്രോതസ്സാണ് അറബിക്കടൽ. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. സൂയസ് കനാൽ വഴി യൂറോപ്പിനും ഇന്ത്യക്കുമിടയിലുള്ള ഒരു പ്രധാന ഷിപ്പിംഗ് റൂട്ടിൻ്റെ ഭാഗമാണ് അറബിക്കടൽ. തുർക്കി, ഇറാഖ്, സിറിയ, ജോർദാൻ, ലബനാൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യ നിരവധി സുപ്രധാന ജലാശയങ്ങളുടെ കലവറയാണ്. പശ്ചിമേഷ്യയിലെ ചില പ്രധാനപ്പെട്ട ജലാശയങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് നദികളെക്കുറിച്ച് നോക്കാം. ടൈഗ്രീസ് നദി തുർക്കി, സിറിയ, ഇറാഖ് എന്നിവയുടെ ഒഴുകുന്ന നദിയാണ് ടൈഗ്രീസ് നദി. ഇത് ജലസേചനത്തിനും കുടിവെള്ളത്തിനും ജലവൈദ്യുത പദ്ധതികൾക്കും പേരുകേട്ട നദിയാണ്. യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് നോക്കാം. തുർക്കി, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് യൂഫ്രട്ടീസ് നദി. കൃഷി, വ്യവസായം, നഗര കേന്ദ്രങ്ങൾ എന്നിവയുടെ നിർണായക ജലസ്രോതസ്സാണിത്. ഇനി തടാകങ്ങളെക്കുറിച്ച് നോക്കാം. ലേക്ക് വാൻ കിഴക്ക് തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് ലേക്ക് വാൻ തടാകം. ഇത് ശുദ്ധജലത്തിൻ്റെ ഒരു പ്രധാന ഉറവിടവും ഏറ്റവും വലിയ തടാകവുമാണ്. ഉർമിയ തടാകം വടക്ക് പടിഞ്ഞാറൻ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ദേശാടന പക്ഷികളുടെ സുപ്രധാന ആവാസ കേന്ദ്രമായിട്ടുള്ള ഉപ്പിൻ്റെയും ധാതുക്കളുടെയും പ്രധാന ഉറവിടമായിട്ടുള്ള ഒരു തടാകമാണ് ഉർമിയ തടാകം. കടലിനെ കുറിച്ച് പറയുമ്പോൾ മെഡിറ്ററേനിയൻ കടലും വെസ്റ്റ് ഏഷ്യയുടെ ഭാഗമാണ്. തുർക്കി, സിറിയ, ലബനൻ, ഇസ്രായേൽ എന്നിവ ഉൾപ്പെടെ നിരവധി പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് മെഡിറ്ററേനിയൻ കടൽ. ഇതൊരു സുപ്രധാന വ്യാപാര മാർഗവും മത്സ്യബന്ധനത്തിൻ്റെ ഉറവിടവുമാണ്. പേർഷ്യൻ ഗൾഫ്
ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ എന്നിവയുൾപ്പെടെ നിരവധി പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പേർഷ്യൻ ഗൾഫ് എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും നിർണായകമായിട്ടുള്ള ഉറവിടമാണിത്. ഇനി പശ്ചിമേഷ്യയിലെ ജലാശയങ്ങളുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. കൃഷി. ഈ ജലാശയങ്ങളിൽ നിന്നുള്ള ജലസേചനം കൃഷിയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് പല പശ്ചിമേഷ്യൻ സമ്പദ് വ്യവസ്ഥയിലും ഒരു സുപ്രധാന മേഖലയാണ്. കാർഷിക പുരോഗതി കൈവരിക്കുന്നതോടുകൂടി സാമ്പത്തിക പുരോഗതിയിലേക്കും അതുവഴി വ്യാപാര പുരോഗതിയിലേക്കും എത്തുന്നു. ഈ ജലാശയങ്ങൾ മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം നൽകുന്നുണ്ട്. ജലവൈദ്യുത പദ്ധതികൾ ഈ ജലാശയങ്ങളിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നുണ്ട്. സാമ്പത്തിക വികസനത്തിനുള്ള ഒരു പ്രധാന ഉറവിടമായിട്ട് ഈ ജലാശയങ്ങൾ വർത്തിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ജലാശയങ്ങൾ മത്സ്യബന്ധനം, ഷിപ്പിംഗ്, ടൂറിസം തുടങ്ങിയ വിവിധ വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതാണ്. ഇത് പ്രദേശത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് സംഭാവന നൽകുന്നു. അതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ ജലസ്രോതസ്സുകൾ വിവിധ സസ്യജന്തുജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥകൾ നൽകുന്നുണ്ട്. ഈ പ്രദേശത്തെ ജലവൈവിധ്യം നിലനിർത്തുന്നതിന് അവയുടെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇത്തരത്തിൽ പശ്ചിമേഷ്യയിലെ ജലാശയങ്ങൾ പ്രദേശത്തിൻ്റെ കൃഷി, കുടിവെള്ളം, ഊർജ്ജ ഉൽപ്പാദനം, സാമ്പത്തിക വികസനം, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവയ്ക്ക് നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് വെസ്റ്റ് ഏഷ്യൻ റിവേഴ്സ് ആൻഡ് സീസ് എന്നുള്ള ഭാഗത്ത് പറയാനുള്ളത്. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.